നമ്മൾ ഈ ഇടത് കൈ കൊണ്ട് തട്ടിയിട്ട് വലത് കൈ കൊണ്ട് ഫേസിൻ്റെ ഇടിക്കുവാണ് ബോക്സിങ്ങിനോട് നമ്മൾ പിടിക്കുന്നത്. നമ്മൾ ഇടിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രസ് ചെയ്തിരിക്കുവാണ്. പലതരത്തിലുള്ള ദൈവവിളികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ഡാൻസേഴ്സ്, പട്ടാളക്കാർ, പോലീസ് ഓഫീസേഴ്സ്, ഇങ്ങനെയുള്ളവരൊക്കെ വൈദികരായതിനെക്കുറിച്ച് നമുക്കറിയാം. ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ആദ്യമായി ഇടിക്കൂട്ടിൽ നിന്ന് പൗരോഹിത്യ വിളി സ്വീകരിച്ച ഒരു വൈദികൻ തലശ്ശേരി അതിരൂപതയിലുണ്ട്. ഫാദർ നിതിൻ തലശ്ശേരി അതിരൂപത അംഗവും വെള്ളരിക്കുണ്ട് ഫൊറവനയിലെ പുഞ്ച ഇടവക അംഗവുമാണ്. നിതിനച്ചൻ്റെ വിശേഷങ്ങളിലേക്ക്. എൻ്റെ പേര് ഫാദർ നിതിൻ തകടിയേൽ. ഞാനിപ്പോൾ ആയിരിക്കുന്നത് മണിക്കടവ് ഫൊറോന ദേവാലയത്തിൻ്റെ അസിസ്റ്റൻ്റ് വികാരിയായിട്ടാണ്. പപ്പയും അമ്മയും അമ്മച്ചിയും ഒരനീത്തിയുണ്ട്. പപ്പ കൃഷിക്കാരനാണ്, അമ്മ ഹൗസ് വൈഫാണ്. പെങ്ങൾ ജർമ്മൻ ഭാഷ പഠിക്കുന്നു, അമ്മച്ചി വീട്ടിൽ തന്നെയാണ്. ചെറുപ്പം മുതലേ സ്പോർട്സ് മേഖലയായിട്ട് ഒരുപാട് കണക്ഷനുള്ള ആളാണ്. പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ പപ്പ ഒരു ഗുസ്തി പ്ലെയറൊക്കെ ആയിരുന്നു പപ്പയുടെയൊക്കെ ചെറുപ്പത്തിൽ. അതിന് ഇൻസ്പയർ ആയിട്ട് ഞാനും ചെറുപ്പം മുതലേ സ്പോർട്സ് മേഖല എനിക്കിഷ്ടമായിരുന്നു. ചെറിയ ക്ലാസ് തൊട്ടേ ഓടുവാനായിട്ടും അല്ലെങ്കിൽ വ്യത്യസ്തമായ ഇനങ്ങളിലൂടെ കബഡി മത്സരങ്ങളിലും ജില്ലയും സബ് ജില്ലയും കയറി ഇറങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ബോക്സിങ് പഠിക്കുവാനായിട്ടും അതിൻ്റെ മത്സരത്തിനായിട്ട് പോയിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ 3rd പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ 3 വർഷത്തോളം ബോക്സിങ് പഠിച്ചു. പക്ഷേ ആദ്യത്തെ വർഷം പഠിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മത്സരത്തിൻ്റെ തലേദിവസം എനിക്ക് ഇടിയെല്ലാം കിട്ടി, മുഖമെല്ലാം നീര് വെച്ച്. അങ്ങനെ ഒരു ദിവസം വീട്ടിലേക്ക് പോകാനിടയായി. അപ്പോൾ വീട്ടിൽ ഞാൻ പറയാതെയാണ് ഇതെല്ലാം പഠിച്ചതും പ്രാക്ടീസ് ചെയ്തതൊക്കെ. അപ്പോൾ വീട്ടിൽ അത്രയും താല്പര്യമുള്ളൊരു കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ആ വർഷം എന്നെ വിട്ടില്ല. തുടർന്ന് 2ാം വർഷം ഞാൻ ഈ ബോക്സിങ് പഠിക്കുവാനായിട്ട് തന്നെ, അല്ലെങ്കിൽ ഇതിനോട് താല്പര്യം കൊണ്ട് വീട്ടിൽ പറയാതെ വീണ്ടും ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് മത്സരിക്കുവാൻ പോവുകയും അങ്ങനെ സമ്മാനം കിട്ടുവാനൊക്കെ ഇടയായി. ബോക്സിങ്ങിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചറായൊരു ഗെയിമാണ്. ഞാൻ ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ തന്നെ അന്നത്തെ അവിടുത്തെ ഹെഡ് പറഞ്ഞു, ഏറ്റവും ഡേഞ്ചറായൊരു ഗെയിമാണ്. നിങ്ങളുടെ മെല്ലെ ഇടിക്കണം എന്ന് പറയത്തില്ല, പക്ഷേ ഒരു കാരുണ്യത്തോടെ മാത്രം ഇടിക്കണം. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഈ ഫേസ് കവർ ചെയ്താണ് ഇടി വരുന്നത്. ഫേസിനും വയറിനുമാണ് കൂടുതലായിട്ട് ഇടി വരുന്നത്. അപ്പോൾ നല്ല 2 പഞ്ച് കിട്ടിയാൽ നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ചായി പോകും. ഞാൻ കഴിഞ്ഞ വർഷം തിരുമേനി ഇടവകയിലായിരുന്നു. അപ്പോൾ അവിടെ ഒരു സ്കൂളിലും പഠിപ്പിച്ചുകൊണ്ടിരുന്നു, UP വിഭാഗം വരെ. അപ്പോൾ ഈ പിള്ളേർക്ക് രാവിലെ 1 മണിക്കൂർ കോച്ചിങ് എല്ലാം കൊടുത്തിരിക്കുന്ന സമയത്ത് ഓട്ടോ ഫുട്ബോളൊക്കെയാണ് ആദ്യം കോച്ചിങ് കൊടുത്തത്. അപ്പോൾ എനിക്ക് ബോക്സിങ് അറിയാവുന്നതുകൊണ്ട് തന്നെ പിള്ളേരിനോട് ചോദിച്ചു, അച്ഛാ ബോക്സിങ് ഒന്ന് പഠിപ്പിക്കുമെന്ന്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ആദ്യത്തെ 2 സ്റ്റെപ്പെല്ലാം പഠിപ്പിച്ച് കൊടുത്തു. അങ്ങനെ 2 ദിവസം പ്രാക്ടീസ് എല്ലാം കൊടുത്തു. പിന്നീട് ഞാൻ പെട്ടെന്ന് തന്നെ നിർത്തേണ്ടി വന്നു. കാരണം പിന്നീട് ഒരു ചേട്ടത്തി കൊച്ച് അല്ലെങ്കിൽ ഒരു ചേച്ചി പോയിട്ട് അനീത്തിയുടെ ഇവിടെ കണ്ണിൻ്റെ ഇവിടേക്ക് ഒറ്റയിടി ഇടിച്ചു. അപ്പോൾ ഇത്രയും ഭാഗം പിറ്റേ ദിവസം നീലിച്ച് കിടക്കുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബോക്സിങ് തീർച്ചയായിട്ടും ഡേഞ്ചറാണ്. അപ്പോൾ അത് പഠിക്കുന്നതിനോട് പഠിച്ചൊരു സന്തോഷമുണ്ട്. പക്ഷെ എന്നാലും എല്ലാവർക്കും പറ്റിയൊരു കാര്യമല്ല ഈ ബോക്സിങ് എന്ന് പറയുന്നത്. എൻ്റെ ദൈവവിളിയിലേക്കുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് KCYM സംഘടനയാണ്. എനിക്കറിയാം, ചെറുപ്പത്തിലൊന്നും ഞായറാഴ്ചയൊക്കെ ദിവസം മാത്രം പള്ളിയിൽ പോയി അങ്ങനെ നടന്നൊരു വ്യക്തി. ഡിഗ്രി പഠന കാലഘട്ടങ്ങളിലാണ് KCYMൻ്റെ ഇടവകയിലെ പ്രസിഡൻ്റായിട്ട് എനിക്ക് സ്ഥാനം എടുക്കേണ്ടി വന്നത്. പക്ഷേ അത് ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായിരുന്നു. ചെറുപ്പം മുതലേ എനിക്ക് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് സെമിനാരിലൊക്കെ പോകണമെന്ന്. പക്ഷേ പിന്നീട് വലിയ ആഗ്രഹം തോന്നിയിട്ടുമില്ല. പക്ഷേ ഡിഗ്രി പഠന കാലഘട്ടത്തിൽ ഈ KCYMൻ്റെ പ്രസിഡൻ്റായി മാറിയപ്പോൾ പള്ളിയായിട്ടെല്ലാം കൂടുതൽ എടുക്കുകയും അച്ഛന്മാരായിട്ടെല്ലാം കൂടുതൽ കണക്ഷൻ ആകുകയും സഭയോട് കൂടുതൽ എടുക്കുകയും അങ്ങനെ സഭയെക്കുറിച്ച് കൂടുതൽ അറിയുകയൊക്കെ ചെയ്തപ്പോൾ സെമിനാരി പോകണം എന്ന ചെറിയൊരു ചിന്ത എൻ്റെ ഉള്ളിൽ ഉരുത്തിരിവുണ്ടായി. എനിക്കൊരു പെങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒറ്റപ്പുത്രനാണ്. അപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും ആ അച്ഛനാകണം എന്നൊരു ആഗ്രഹമുള്ളപ്പോൾ വീട്ടിൽ നിന്ന് നല്ല എതിർപ്പുള്ള ഒരു സാഹചര്യമായിരുന്നു. പപ്പയാണെങ്കിലും അമ്മയാണെങ്കിലും അമ്മച്ചിയാണെങ്കിലും പെങ്ങളാണെങ്കിലും ഒരുപാട് സങ്കടമായിരുന്നു അവർക്ക്. കാരണം ഒറ്റ മോനെ സെമിനാരി വിടാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ പിന്നീട് ചിന്തിക്കുമ്പോൾ അവർക്ക് ഇന്നത്തെ ഈ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ അവർക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഞാനൊരു വൈദികനായി അല്ലെങ്കിൽ അച്ഛനായിട്ട് ഇവിടെ ആയിരിക്കുമ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സെമിനാരിയിലൊക്കെ കൊണ്ടുവിടുന്ന സാഹചര്യത്തിലാണെങ്കിൽ പോലും പലപ്പോഴും എന്നോട് പപ്പ വിളിച്ച് ചോദിക്കുമായിരുന്നു, നീ തിരിച്ചു വരുന്നോ, തിരിച്ചു വരത്തില്ലേ? അല്ലെങ്കിൽ പെങ്ങൾ ഒരു ഉടുപ്പ് കിട്ടുന്ന കാലഘട്ടം മുഴുവൻ അല്ലെങ്കിൽ കാലഘട്ടത്തോളം വരെ പെങ്ങൾ കരയുമായിരുന്നു. ഒരു ചേട്ടായി മാത്രമേ ഉള്ളൂ, നീ പോലടാന്ന് പലപ്പോഴും പറയുമായിരുന്നു. ഇപ്പോൾ കുടുംബക്കാരാണെങ്കിലും അങ്ങനെ
താല്പര്യമില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു ഞാൻ സെമിനാരി പോകുന്നതിനോട്. 2015 ജൂൺ മാസം 13-ാം തീയതിയാണ് ഞാൻ സെമിനാരി ചേരുന്നത്. എൻ്റെ ഡിഗ്രി പഠനത്തിന് ശേഷം 1 വർഷം തലശ്ശേരി സെൻറ്റ് ജോസഫ് മൈനർ സെമിനാരിയിലായിരുന്നു. തുടർന്ന് 2 വർഷം സെൻറ്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരി വടവാതൂർ പഠിച്ചു. തുടർന്ന് പ്രായോഗിക പരിശീലനത്തിനായിട്ട് റീജൻസി 1 വർഷം തലശ്ശേരി തന്നെയായിരുന്നു. പിന്നീട് കുന്നോത്ത് ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരിയിൽ തിയോളജി പഠനം പൂർത്തിയാക്കി 2022 ഡിസംബർ മാസം 27-ാം തീയതി പൗരോഹിത്യം സ്വീകരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ പൗരോഹിത്യ സ്വീകരണം ഞാൻ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരിയേറെ സന്തോഷവും ഒത്തിരിയേറെ അഭിമാനമുള്ളൊരു നിമിഷമാണ്. ഇപ്പോൾ എന്നെ ആണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനാണെങ്കിലും അന്ന് വരെ ഉണ്ടായിരുന്ന ലേബൽ മാറുകയാണ്. ഈ പൗരോഹിത്യം കിട്ടിയതിലൂടെ ഒരു ലേബൽ മാറുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു അഭിമാനത്തിൻ്റെ നിമിഷമാണ്. ഈ പൗരോഹിത്യം കിട്ടിയതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ കുടുംബത്തിലും എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായി. കൂടുതലായിട്ട് എല്ലാവരും വിശ്വാസത്തിലേക്ക് ആഴപ്പെടുവാനായിട്ടും ഇപ്പം ഈ പൗരോഹിത്യത്തിലേക്ക് കയറിയതുകൊണ്ട് ഇപ്പം എൻ്റെ കുടുംബത്തിൽ ആദ്യത്തെ ഒരു അച്ഛൻ ഞാനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കുടുംബക്കാരെയും അവർക്ക് എന്നെ നന്നായിട്ട് കണക്റ്റാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അവർ വിളിക്കാറുണ്ട്, എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ഏൽപ്പിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. വലിയൊരു പോസിറ്റീവായ ഒരു വൈബ് അല്ലെങ്കിൽ ഒരു എനർജി അതിലൂടെ കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും. നമ്മുടെ ഈ സ്പോർട്സ് മേഖലയായിട്ട് ബന്ധപ്പെടുന്നവർക്കറിയാം, ഒരുപാട് സൗഹൃദങ്ങൾ നമുക്കുണ്ടാകും. അപ്പോൾ ഈ സൗഹൃദങ്ങളിലൂടെ നമുക്ക് ഒരുപാട് വ്യക്തികളെ നേടുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ ആദ്യം ആയിരുന്ന തിരുവേനി ഇടവകയിൽ വൈകുന്നേരങ്ങളിൽ ക്രിക്കറ്റ് കളിക്കാനായിട്ട് പോവുകയായിരുന്നു. അപ്പോൾ വ്യത്യസ്തമായ മതവിഭാഗത്തിൽപ്പെട്ട ഒരുപാട് വ്യക്തികളെ പരിചയപ്പെടുവാനായിട്ടും അവരുടെ സ്നേഹത്തിൻ്റെ വലയത്തിൽ അവരെ സ്നേഹിക്കുവാനായിട്ടും പരസ്പരം സ്നേഹിക്കപ്പെടുവാനായിട്ടും ഒരുപാട് സംസാരിക്കുവാനായിട്ട് കിടവന്നിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയൊക്കെ പിന്നീട് വിളിക്കുമ്പോഴാണെങ്കിലും എടാ എന്നെ അവിടെ നിന്ന് കൊണ്ടുവിടണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരൊക്കെ തന്നെ എന്നെ കൊണ്ടുവിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഒന്ന് വിളിച്ചാൽ പോലും ബന്ധപ്പെട്ടാൽ പോലും ഒരുപാട് ഹെൽപ്ഫുള്ളായ ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പൗരോഹിത്യമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർക്ക് അച്ഛനെക്കുറിച്ചും അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന് കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അച്ഛനെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ മുഖങ്ങളൊക്കെ തീർച്ചയായിട്ടും അവരുടെയൊക്കെ മൈൻഡിലേക്ക് വരും. അവിടെയൊക്കെ ചെല്ലുമ്പോഴാണെങ്കിലും ഒരു അച്ഛൻ വരുന്നതുകൊണ്ട് തന്നെ അവരുടെ ഡീലിങ്സും അവരുടെ സംസാരവും എല്ലാം വളരെ നല്ല സംസാരങ്ങളിലേക്ക് മാറുകയുണ്ട്. അഭിമന്യ പാമ്പ്ലാനി പിതാവൊക്കെ ആണെങ്കിലും വളരെ സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും. ഞാൻ ആയിരുന്ന ഇടവക തിരുമേനിയാണ്. തിരുമേനിയിലെ ബഹുമാനപ്പെട്ട ആൻ്റണി തെക്കേമുറി അച്ഛനും അഗസ്റ്റിൻ ഉറുമ്പാട്ടിലച്ഛനും ഇപ്പോൾ സ്പോർട്സ് മേഖലയിലേക്ക് പോകുമ്പോഴാണെങ്കിലും അവർ സപ്പോർട്ടാണ്. ഇപ്പോൾ ആയിരിക്കുന്ന ഈ മണിക്കട ഇടവകയിലെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ പയസ് പടിഞ്ഞാറേമുള്ള അച്ഛനാണ്. അച്ഛനാണെങ്കിലും വൈകുന്നേരങ്ങളിൽ കളിക്കാൻ പോകുന്ന കാര്യങ്ങൾക്കാണെങ്കിലും നീന്താൻ പോകുന്ന കാര്യങ്ങൾക്കാണെങ്കിലും അച്ഛൻ വളരെ സപ്പോർട്ടായിട്ട് എന്നെ വിടാറുണ്ട്. പൗരോഹിത്യം തീർച്ചയായിട്ടും കഴിവുകളെ കുഴിച്ചിടുമെന്ന് എനിക്കൊരു തോന്നിയിട്ടില്ല. കാരണം നമുക്കെല്ലാ മേഖലകളിലും ഒരു വൈദികനെ നോക്കുമ്പോൾ നമുക്കറിയാം, പാട്ട് പാടുവാണെങ്കിലും കളിക്കുവാനാണെങ്കിലും സംസാരിക്കുവാനാണെങ്കിലും വ്യത്യസ്തമായ ലാംഗ്വേജുകളാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ് ഒരു പുരോഹിതൻ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കഴിവുകളും എൻ്റെ അസ്തമിച്ച് പോയിട്ടില്ല, അല്ലെങ്കിൽ ഒരു കഴിവുകളും എൻ്റെ പോയിട്ടില്ല. ഇപ്പോഴും ഞാൻ ഈ കളിയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ യൂത്ത് മിനിസ്ട്രി ആയിട്ടാണെങ്കിലും വളരെ ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുവാനായിട്ട് ശ്രമിക്കുന്നൊരു വ്യക്തിയാണ്. ഈ പരിശുദ്ധ അമ്മയുടെ ഒരു മാധ്യസ്ഥം പ്രത്യേകമായിട്ട് എന്നെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഓർക്കുമ്പോൾ ഈ വടവാതൂർ പഠിക്കുമ്പോൾ പഠനത്തിലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ അവിടെ ഒരു ഗ്രോട്ടോയുണ്ട്. അപ്പോൾ ഈ ഗ്രോട്ടോയുടെയൊക്കെ അവിടെ പോയി ഇങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ടും അതിലൂടെ അത്യാവശ്യം നല്ലൊരു മാർക്കോടെ കൂടിയൊക്കെ പാസ്സാകുവാനായിട്ടും വിജയിക്കുവാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇവിടെ ആയിരിക്കുമ്പോൾ എപ്പോഴും ഈ പരിശുദ്ധ കുർബാനയോട് ഉൾച്ചേർന്ന് ജീവിക്കുവാനായിട്ടും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നേടുവാനൊക്കെ പ്രത്യേകമായിട്ട് സാധിച്ചിട്ടുണ്ട്. പരിശുദ്ധ കുർബാനയിലൂടെ ഒരു ശക്തി എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തിലോട്ട് മനുഷ്യനെ കൂടുതൽ അടുപ്പിക്കുവാനായിട്ടും അല്ലെങ്കിൽ പരസ്പരം കണക്റ്റ് ആകാനായിട്ടൊരു ഇതാണ്. അല്ലെ പലപ്പോഴും ഈ പ്രതിസന്ധികളുടെ കാലഘട്ടങ്ങളിലാണെങ്കിലും ഈ പൗരോഹിത്യം ജീവിക്കുമ്പോൾ ഈ പൗരോഹിത്യം നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ഈ പരിശുദ്ധ കുർബാനയുടെ അർപ്പണമാണ്. അല്ലെങ്കിൽ ഈശോ തൻ്റെ സ്നേഹവും ജീവനും പകർന്നുകൊണ്ട് മനുഷ്യ മക്കളോട് എന്നും വസിക്കുവാനായിട്ട് വിശുദ്ധ കുർബാനയൊക്കെ സ്ഥാപിച്ച് ഈ വിശുദ്ധ കുർബാന നമ്മൾ അർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ധൈര്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈശോ നമ്മുടെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ എന്ത് സാഹചര്യത്തിലും ഈശോ നമ്മുടെ കട്ടയ്ക്ക് സപ്പോർട്ടാണ് എന്നൊരു ചിന്ത എപ്പോഴും എൻ്റെ മൈൻഡിലുണ്ട്. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.